ഇപ്പോൾ ദീപക് നിൽക്കുന്ന വയനാട്ടിൽ ചെറിയ ചാറ്റൽ മഴയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ രണ്ടാമത്തെ ടേമിൽ വയനാട്ടിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ചാറ്റൽ മഴയായിട്ടാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണത്തെ പോലെ ഇടിച്ചുകുത്തിയുള്ള ഒരു വോട്ടൊഴുക്കുണ്ടായില്ല. അത് 70,000 വോട്ടിന്റെ കുറവ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് രാഹുൽ ഗാന്ധിക്കുണ്ട്. നമുക്കൊപ്പം ശരത്തും റോഷിപാലും തുടരുന്നുണ്ട്. ഞാൻ ശരത്തിലേക്ക് ഒരിക്കൽ കൂടി പറയാം. ശരത്ത്, ഇതിൽ നരേന്ദ്രമോദിയും BJP ക്യാമ്പും പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാനാണ് നമ്മളിത് കാത്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇന്ന് പ്രതികരണം ഉണ്ടാവും. അതിൽ നരേന്ദ്രമോദി നേരത്തെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ലോക്സഭയിൽ നിന്നും 2 പേര് മക്കളും രാജ്യസഭയിൽ നിന്നൊരു അമ്മയും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു, പാർലമെന്റിൽ ഉണ്ടാകാൻ പോകുന്നു എന്നൊരു വിമർശനം നരേന്ദ്രമോദി നടത്തിയിരുന്നു. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ കയ്യിലേക്ക് ഒരു വടിവെച്ചു കൊടുക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് എന്ന അഭിപ്രായം പല നേതാക്കൾക്കും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് തീർച്ചയായും കോൺഗ്രസ് പ്രവർത്തകരെ ഉത്തേജിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് BJPക്ക് ഒരു ആയുധം കൂടി കിട്ടുന്നുണ്ട് എന്ന തരത്തിലുള്ള നിരീക്ഷണവും ശക്തമല്ലേ? BJP തീർച്ചയായും കോൺഗ്രസിൽ കുടുംബവാഴ്ചയ്ക്ക് അവസാനമില്ല എന്ന രീതിയിൽ തന്നെയായിരിക്കും പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളെ ആ രീതിയിലാണ് വിമർശനപരമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ തുടക്കം ഇന്നലെ തന്നെ BJPയുടെ ദേശീയ നേതാക്കളുടെ പ്രതികരണത്തിൽ നമുക്ക് കാണാനും സാധിച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി ഒരു രാഹുൽ ഒഴിയുന്നിടത്തേക്ക് അവിടെ ഒരു കുടുംബത്തിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് പ്രിയങ്ക ഗാന്ധി വരുന്നു. കുടുംബത്തിന് വേണ്ടി കുടുംബം തീരുമാനമെടുക്കുന്നു, അതാണ് കോൺഗ്രസിൽ നടക്കുന്നത് എന്ന വിമർശനം അത് BJP ശക്തമായി തന്നെ ഉന്നയിക്കുകയും ചെയ്യുന്നു. നേരത്തെ തന്നെ രാഹുലിനെതിരെ ഉയർന്ന വിമർശനം, റായ്ബറേലി സീറ്റിൽ മത്സരിക്കാൻ രാഹുൽ തീരുമാനിച്ചപ്പോൾ തന്നെ അമേഠിയിൽ നിന്ന് രാഹുൽ ഒളിച്ചോടി, അതിനുശേഷം വയനാട്ടിലേക്ക് പോയി, വയനാടുകാരെയും ഉപേക്ഷിക്കാൻ വേണ്ടി പോകുന്നു എന്ന് BJP നേരത്തെ തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഏതായാലും രാഹുൽ രാജി നൽകുന്ന ഒരു സാഹചര്യത്തിൽ ആ വിമർശനം രാഹുലിനെതിരെയും കടുപ്പിക്കും. തീർച്ചയായും പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഒരു കുടുംബത്തിൻ്റെ പ്രതിനിധി എന്ന വിമർശനം BJP ഉന്നയിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി, ചുരുങ്ങിയ പക്ഷം കഴിഞ്ഞ 5 വർഷമായി സജീവ രാഷ്ട്രീയത്തിൽ പ്രിയങ്ക ഗാന്ധി ഉണ്ട്. അതുകൊണ്ട് എത്രത്തോളം പ്രിയങ്കയുടെ ക്ലെയിമിനെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരു വിമർശനം BJPക്ക് ഉന്നയിക്കാൻ വേണ്ടി പറ്റും എന്ന ചോദ്യമുണ്ട്. ഉത്തർപ്രദേശിൽ BJPക്കെതിരെ രാഹുലിനേക്കാൾ കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തത് പ്രിയങ്ക ഗാന്ധിയാണ്. അപ്പോൾ ആ ഒരു വിമർശനം പ്രിയങ്കയ്ക്കെതിരെ കൂടുതൽ ശക്തമായി BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഓക്കെ റോഷി, മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം ഇന്നലെ നമ്മൾ ചർച്ചയിൽ മീഡിയ എഡിറ്റേഴ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമ്മൾ പ്രേക്ഷകരെ കാണിക്കണം. ഇതിൽ KC വേണുഗോപാലിന്റെ ആത്മവിശ്വാസവും ബോഡി ലാംഗ്വേജും അത് ചില സൂചനകൾ നൽകുന്നുണ്ട് എന്നാണ് ഇന്നലെ നമ്മൾ വിലയിരുത്തിയത്. KC വേണുഗോപാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ കരുത്തനായ നേതാവായി മാറുകയാണ് പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി. അതിൽ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസമുള്ളതും KC വേണുഗോപാലിനാണ്. വയനാട്ടിൽ തീർച്ചയായിട്ടും 5 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ അത് KCയുടെ കൂടി നീക്കത്തിൻ്റെ ഒരു ആക്സെപ്റ്റൻസ് ആയിട്ടായിരിക്കും കണക്കാക്കുക. അപ്പോൾ KCയുടെ ആത്മവിശ്വാസവും ഇന്നലെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നതിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നത് ഉറപ്പല്ലേ? അരുൺകുമാർ, കൃത്യമാണ്. KC വേണുഗോപാലിനെ നമുക്കറിയാം, കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലമായി രാഹുൽ ഗാന്ധിക്കൊപ്പം ചേർന്ന് നിൽക്കുകയാണ് KC വേണുഗോപാൽ. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തകർച്ചയിൽ, തിരിച്ചടിയിൽ പോലും രാഹുൽ ഗാന്ധിയെ ഭൂരിഭാഗം നേതാക്കളും വിട്ടുപോയപ്പോൾ ഒപ്പം നിഴലായി നിന്നു KC വേണുഗോപാൽ. രാഹുൽ ഗാന്ധി തിരിച്ചെത്തിക്കാൻ ഭാരത് ജോഡോ യാത്രയ്ക്ക് ഒപ്പം നടന്നു രാഹുലിനൊപ്പം, കാശ്മീർ വരെ, കന്യാകുമാരി മുതൽ. ഇത്തരം പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ KC വേണുഗോപാൽ നിന്ന് നയിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് ഏകോപിപ്പിക്കുമ്പോൾ കടുത്ത വിമർശനം KC വേണുഗോപാലിന് ഉയരുന്നുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണം KC വേണുഗോപാലിന്. പക്ഷേ പതുക്കെ കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്ന സൂചന നൽകുന്നുണ്ടായിരുന്നു പല ഭാഗങ്ങളിൽ നിന്നായി. അത്തരം ഒരു തിരിച്ചുവരവിന്റെ സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമായി. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ ഒരു ശക്തനായ നേതാവായി KC വേണുഗോപാൽ മാറിയ ഒരു സാഹചര്യം കൂടി. അതുകൊണ്ട് അതിന്റെ ഒരു പ്രതിഫലനം സംസ്ഥാനത്ത് പ്രകടമാകും. 2016 തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ സംസ്ഥാനത്ത് കോൺഗ്രസിനെ, UDF-നെ നയിക്കണമെന്ന ആവശ്യം ഉയർന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ പ്രിയങ്ക ഗാന്ധിയെ സംസ്ഥാനത്തേക്ക് എത്തിക്കുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസം കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടാകും, UDF ക്യാമ്പിനുണ്ടാകും. കാരണം പ്രിയങ്കയുടെ സാന്നിധ്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ KC വേണുഗോപാൽ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നയിക്കുമോ എന്നത് ഒരു ചോദ്യചിഹ്നം. പക്ഷേ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം KC വേണുഗോപാലിനെ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വിടുമോ എന്ന കാര്യമാണ് മറ്റൊരു ചോദ്യം. കാരണം ഈ ആലപ്പുഴയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ മത്സരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ അതിന് രാഹുൽ ഗാന്ധി അവസാന നിമിഷമാണ് അതിന് അനുകൂലമായൊരു നിലപാടെടുത്തത്. കാരണം ദേശീയ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളുള്ള ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ
KCയുടെ അസാന്നിധ്യം, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുള്ള അസാന്നിധ്യം അത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയായിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അനുമതി നൽകുന്നതിന് താമസിച്ചത്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെ VD സതീശൻ അടക്കമുള്ള സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്തിയതിനു ശേഷമായിരുന്നു രാഹുൽ ഗാന്ധി ആലപ്പുഴയിൽ മത്സരിക്കാൻ അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നയിക്കുമ്പോൾ ദീപക്. ശരത്ത്, ഡൽഹിയിൽ എങ്ങനെയാ കാലാവസ്ഥ? വളരെ പ്രതികൂലമായ അവസ്ഥയിലേക്കൊക്കെ മാറുകയാണ്, നല്ല ചൂട് കൂടുന്നുണ്ടല്ലേ? കനത്ത ചൂട് തന്നെയാണ്. ഈ ചൂടിന് ഏതായാലും തൽക്കാലം ശമനം ഉണ്ടാകില്ല. ദില്ലിയിലെ ജലപ്രതിസന്ധി, അതിനൊന്നും തൽക്കാലം ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു താപനില അത് 45-50 ആ നിലയിൽ തന്നെ താപനില തുടരും എന്നത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു റോഷിപാൽ, താങ്ക് യു ശരത് കെ ശശി, താങ്ക് യു ദീപക്. പ്രിയങ്ക ഗാന്ധിയുടെ വരവാണ് നമ്മൾ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. വിവിധ കോണുകളിൽ നിന്ന്, മണ്ഡലത്തിൽ നിന്നുള്ള പ്രതികരണം, ഒപ്പം തന്നെ ഡൽഹിയിലെ രാഷ്ട്രീയ നീക്കങ്ങൾ, കോൺഗ്രസ് ക്യാമ്പിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നതെന്നാണ്. ആ ദൃശ്യങ്ങൾ വളരെ കൗതുകകരമായ ദൃശ്യമാണ്. ഒരിക്കൽ കൂടി ഞാൻ പ്രേക്ഷകരെ ആ ദൃശ്യങ്ങൾ കാണിക്കാം. പലതവണ നമ്മൾ കാണിച്ചതാണ്. അവസാനത്തെ ഇന്നലെ പത്രക്കാരോട് സംസാരിച്ചതിന് ശേഷം തിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ KC വേണുഗോപാൽ ആവശ്യപ്പെട്ടതനുസരിച്ച് കൂടിയാണ് അവർ രണ്ടുപേരും, സഹോദരങ്ങൾ രണ്ടുപേരും ആലിംഗ്യബദ്ധരായി ചുംബനം നൽകി പോകുന്ന കാഴ്ച. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണെന്നേ. ഈ ദൃശ്യം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. രാജീവ് ഗാന്ധിയുടെ മരണത്തിനു ശേഷം, രാജീവ് ഗാന്ധിയുടെ സംസ്കാര ചടങ്ങിൽ പ്രിയങ്ക ഗാന്ധിയും ഒപ്പം രാഹുൽ ഗാന്ധിയും നിൽക്കുന്ന ആ ദൃശ്യം ഇപ്പോഴും ഒരു സായാഹ്ന സൂര്യൻ്റെ ഒരു ശോണിമയിലാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. ആ ദൃശ്യം കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ വൈകാരികമായിട്ടുള്ളൊരു മൂലധനമാണ്. ഈ പറയുന്ന ദൃശ്യങ്ങളെല്ലാം വോട്ടർമാരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ദൃശ്യങ്ങളാണ്. തിരഞ്ഞെടുപ്പിലും രാഷ്ട്രീയത്തിലും ഓരോ ദൃശ്യങ്ങളും നേതാക്കൾ വളരെ കൃത്യമായി കണക്കുകൂട്ടിയാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വയ്ക്കുക. അവിടെ ആത്മവിശ്വാസത്തോടുകൂടി നിൽക്കുന്ന KC വേണുഗോപാലിനെ കാണാം. വലിയൊരു തലവേദന ഒഴിച്ചു വെച്ചിരിക്കുന്ന ഒരു കരണവരെ പോലെ നിൽക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയെ കാണാം. അവിടെ KC വേണുഗോപാലൊക്കെ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ നൈപുണ്യം എന്ന് പറയുന്നത്, ആ അനുഭവ പരിചയം എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് കാണാം. ഒരിക്കൽ പോലും ഇവരുടെ മുന്നിലേക്ക് കയറി വന്നുകൊണ്ടല്ല KC വേണുഗോപാൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്, അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുന്നത്, മാധ്യമങ്ങളോട് റിയാക്ട് ചെയ്യുന്നത്. അവിടെ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമാണ്, പ്രിയങ്ക ഗാന്ധിയുമാണ് പ്രധാനപ്പെട്ട ആകർഷണം. അതുകൊണ്ട് അവരെ തന്നെ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് അത് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധി വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗമാണ് നമ്മളെല്ലാവരും ശ്രദ്ധാപൂർവം കേട്ടിരുന്നത്. പ്രിയങ്ക വയനാട്ടിലേക്ക് എത്തുന്നു എന്നത് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. മംഗല്യസൂത്രത്തെക്കുറിച്ച് പ്രിയങ്ക ഗാന്ധി നടത്തിയ പ്രസംഗം വളരെ വൈകാരികമായിരുന്നു. അന്ന് ഈ ഓരോ ഹിന്ദു സ്ത്രീകളുടെയും മംഗല്യസൂത്രത്തിലും അവർ കൈവയ്ക്കാൻ പോകുന്നുവെന്ന് നരേന്ദ്രമോദി സംസാരിച്ചിരുന്നു. നിങ്ങളുടെ സ്വത്തുകളും സ്വർണം പണ്ടങ്ങളുമെല്ലാം എടുത്ത് മുസ്ലിം വിഭാഗങ്ങൾക്ക് കൊടുക്കുന്നുവെന്ന് ബൻസ്വാരയിൽ നടത്തിയ പ്രസംഗത്തിന് മറുപടിയായിട്ടാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. ശരിയാണ് മോദിജി, മംഗല്യസൂത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ സ്ത്രീകൾക്ക്. അങ്ങനെ ആദ്യം മംഗല്യസൂത്രം നഷ്ടപ്പെട്ട ഒരാളാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞത് പ്രിയങ്കയാണ്.